നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇംഗ്ലണ്ടുമായുള്ള അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ ഒന്നാം ഇന്നിംഗ്സിൽ ഭേദപ്പെട്ട ഒരു ടോട്ടൽ ലക്ഷ്യമിട്ടാവും ഇന്ത്യ രണ്ടാം ദിനമിറങ്ങുക. ബാറ്റിംഗ് അത്ര എളുപ്പമല്ലെന്ന് ബോധ്യമായ പിച്ചിൽ 300 മുതൽ 350 വരെ റൺസ് പോലും മികച്ചൊരു ടോട്ടലായി മാറിയേക്കും. 6 വിക്കറ്റിന് 204 റൺസെടുത്താണ് ആദ്യ ദിനം ഇന്ത്യ കളി അവസാനിപ്പിച്ചത്. 52 റൺസുമായി മറുനാടൻ മലയാളി താരം കരുൺ നായരും കഴിഞ്ഞ ടെസ്റ്റിലെ സെഞ്ചുറി വീരനായ വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിൽ. 7ാം വിക്കറ്റിൽ 51 റൺസ് ഈ സഖ്യം നേടിക്കഴിഞ്ഞു. ഇന്ത്യയുടെ അവസാനത്തെ അംഗീകൃത ബാറ്റിംഗ് ജോഡികൾ കൂടിയാണിത്. ഇനി വരാനുള്ളതെല്ലാം ബൌളർമാരാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം ദിനം കരുണും വാഷിയും കൂടുതൽ സമയം ക്രീസിൽ ചെലവഴിക്കണമെന്നായിരിക്കും ഇന്ത്യ ആഗ്രഹിക്കുക. എങ്കിൽ മാത്രമേ 300-ന് മുകളിലൊരു സ്കോർ ഇന്ത്യക്ക് സാധ്യമാവുകയുള്ളൂ. 2 തവണ മഴ രസംകൊല്ലിയായ ആദ്യ ദിനം പിച്ചിലെ ഈർപ്പവും മൂവ്മെന്റുമെല്ലാം ഇന്ത്യൻ ബാറ്റർമാരെ വെള്ളം കുടിപ്പിച്ചിരുന്നു. ആദ്യ ദിനം യശസ്വി ജയ്സ്വാൾ 2, KL രാഹുൽ 14, സായ് സുദർശൻ 38, നായകൻ ശുഭ്മൻ ഗിൽ 21, രവീന്ദ്ര ജഡേജ 9, ധ്രുവ് ജൂറേൽ 19 എന്നിവരെയാണ് ഇന്ത്യക്ക് നഷ്ടമായത്. തുടർന്നാണ് കരുൺ വാഷി ജോഡി 50+ റൺസ് കൂട്ടുകെട്ടുമായി ടീമിനെ 200 കടത്തിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനയക്കപ്പെട്ട ഇന്ത്യയുടെ തുടക്കം പാളിയിരുന്നു. 38 റൺസെടുക്കുന്നതിനിടെ 2 ഓപ്പണർമാരെയും ടീമിന് നഷ്ടമായി. എന്നാൽ 3ാം വിക്കറ്റിൽ ഗിൽസായ് ജോഡി 45 റൺസിന്റെ കൂട്ടുകെട്ടുമായി ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഈ സമയത്താണ് മത്സരഗതിക്ക് വിപരീതമായി ഗില്ലിന്റെ അപ്രതീക്ഷിത റണ്ണൌട്ട് സംഭവിച്ചത്. സ്ട്രൈക്ക് നേരിട്ട ശേഷം അനാവശ്യ സിംഗിളിനായി ശ്രമിച്ചാണ് ഗിൽ വിക്കറ്റ് വലിച്ചെറിഞ്ഞത്. അബദ്ധം മനസ്സിലാക്കി തിരികെ ഓടവേ ബൌളർ ഗസ് അറ്റ്കിൻസൺ ഫോളോ ത്രൂക്കിടെ ബോളെടുത്ത് നേരിട്ടുള്ള ത്രോയിൽ അദ്ദേഹത്തെ റണ്ണൌട്ടാക്കുകയായിരുന്നു. കളിയിലെ ടേണിംഗ് പോയിന്റും ഇതാണ്. ജഡ്ഡുവും ജൂറേലും പെട്ടെന്ന് മടങ്ങിയപ്പോൾ ഇന്ത്യ 6-153 എന്ന നിലയിൽ പതറിയിരുന്നു. എന്നാൽ കരുൺ വാഷി ജോഡി ഒരിക്കൽ കൂടി ടീമിനെ തിരികെ വരാൻ സഹായിച്ചു.